വൈദികൻ നമ്മുടെ ഇടവകയിൽ വരുമ്പോൾ, ഒരു സിസ്റ്റർ നമ്മുടെ ദേശത്ത് പ്രവർത്തിക്കുമ്പോൾ, അത് ആ ദേശത്തിൻ്റെ ബ്ലെസ്സിങ് ആണ്, ആ കുടുംബങ്ങളുടെയും ദേശത്തിൻ്റെ അനുഗ്രഹമാണത്. എന്നാൽ സാത്താൻ വളരെ കൗശലപൂർവം ഈ ഒരു കാര്യം നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ച് വൈദികരോടും സിസ്റ്റേഴ്സിനോടും നമുക്ക് ഒരു അകൽച്ച തോന്നിക്കും. എന്താണ് അതിൻ്റെ കാരണം? കാരണം ഇതാണ്: ഈ വൈദികർക്കെതിരെ ഞാൻ അങ്ങോട്ട് കുറേ സംസാരിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഈ സിസ്റ്റേഴ്സിനെതിരെ നമ്മൾ കുറേ അങ്ങോട്ട് മറുത്തു പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെ അവരോട് എതിർക്കുന്ന ഒരു മനസ്സാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നതെങ്കിൽ അവർ നമുക്ക് വേണ്ടി ചൊരിയുന്ന പ്രാർത്ഥനകൾ, അവർ നമുക്ക് വേണ്ടി തരുന്ന അനുഗ്രഹങ്ങൾ നമ്മളിൽ കുടികൊള്ളുകയില്ല. യേശു പറഞ്ഞു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെങ്കിൽ ആ സമാധാനം അവിടെ കുടികൊള്ളും, ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. ഉറക്കെ പറയാ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കുടുംബം അനുഗ്രഹിക്കാൻ വേണ്ടി, നമ്മുടെ കുടുംബത്തിൽ എല്ലാ കണ്ണുനീരും കഷ്ടപ്പാടും തടസ്സങ്ങളും രോഗങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ഒരു ദൈവദാസനെ കർത്താവ് ഭൂമിയിൽ ഉയർത്തിയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. ആ ദൈവദാസൻ നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ദൈവദാസനെ കാണാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആ ദൈവദാസനെ കുറിച്ച് കുറേ കുറ്റങ്ങളും ദുഷിവാക്കുകളും പറഞ്ഞാൽ, പിന്നെ ആ ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായി തീരണം എന്ന് നിർബന്ധമില്ല. ആ കുറ്റം പറഞ്ഞു, അദ്ദേഹത്തെ ദുഷിച്ചു എന്നൊരൊറ്റ കാരണത്താൽ നാം ദുഷിക്കപ്പെടും, നാം കുറ്റം വിധിക്കപ്പെടും, നാം ശപിക്കപ്പെടും. ഇത് അബ്രാഹത്തെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവർ ശപിക്കപ്പെട്ടവരായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തെരഞ്ഞെടുത്ത ഒരു ആ വ്യക്തിയുടെ കരങ്ങളിലൂടെ ഒഴുകുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ദേശത്തും അത് വലിയ ഒരു ബ്ലെസ്സിങ് ആയി മാറണമെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റിയ, അതിനെ അംഗീകരിക്കുന്ന ഒരു ഹൃദയം, അതിനെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് സ്വർഗം ആഗ്രഹിക്കുന്ന കാര്യം.